ഇന്നലെ നമ്മൾ ആ മനുഷ്യന്റെ കരച്ചിൽ കണ്ടു. പലരും ചോദിക്കും, എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് അവിടെ കൊണ്ടിട്ടത്? കാശിനോടുള്ള ആർത്തി കൊണ്ടല്ലേ? ബാങ്കിൽ ഇട്ടാൽ പോരായിരുന്നോ എന്നൊക്കെ. പക്ഷെ ഇത്തരം തട്ടിപ്പുകാർ ചെയ്യുന്നത് സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ആണ്. അവർ വിറ്റത് നിക്ഷേപ പദ്ധതികളായിരുന്നില്ല, മറിച്ച് അവർ വിറ്റത് വിശ്വാസമായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയണ്ടേ? സാധാരണ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം ഉം, നമ്മളെ സമീപിക്കുന്നത് നമുക്ക് ഒട്ടും പരിചയമില്ലാത്തവരായിരിക്കില്ല. ആ നാട്ടിൽ തന്നെ നമുക്ക് പരിചയമുള്ളവർ, അല്ലെങ്കിൽ കുറച്ച് കണ്ടു പരിചയമുള്ളവരെങ്കിലും ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് അവർ തിരഞ്ഞെടുക്കുക. അങ്ങനെ നമുക്ക് പരിചയമുള്ള ഒരാൾ വന്നിട്ട്, എനിക്കും കിട്ടുന്നുണ്ട് ചേട്ടാ, ഞാനും വാങ്ങുന്നുണ്ട്, അവിടെ നിക്ഷേപിച്ചോളൂ, നല്ലതാണെന്ന് പറയുമ്പോൾ വിശ്വസിച്ചു പോകും. ബാങ്കുകളിൽ നിന്നും 6%, 7% പലിശ കൊടുക്കുമ്പോൾ ഇവർ 15-18% പലിശ വാഗ്ദാനം ചെയ്യുന്നത്. അവരെ അത് വിശ്വസിപ്പിക്കുകയാണ് ഇവിടെ ഇങ്ങനെയും കിട്ടും എന്നുള്ളത്. ഇതൊരു സുവർണ അവസരമാണെന്ന് അവരെ വിശ്വസിപ്പിക്കുന്നു. അയൽവക്കത്തെ ചേച്ചിക്ക് കിട്ടുന്നുണ്ട്, അപ്പുറത്തുള്ള സുരേഷിന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ആ പാവം മനുഷ്യനും വിശ്വസിച്ചു, നമുക്കും ഇത് നേടാമെന്ന്. അദ്ദേഹം അത്യാഗ്രഹിയല്ല, മറിച്ച് മകളുടെ വിവാഹം അതിഗംഭീരമായി നടത്തണമെന്നുള്ള ആ ഒരു മോഹമാണ് അദ്ദേഹത്തെ അതിലേക്ക് എത്തിച്ചത്. പക്ഷെ വിശ്വസിക്കാൻ പ്രയാസമുള്ള വാഗ്ദാനങ്ങൾ പലപ്പോഴും ചതിക്കുഴിയാണെന്ന് അയാൾ മനസ്സിലാക്കിയത് വളരെ വൈകിപ്പോലും. നിങ്ങളുടെ പണവും സുരക്ഷിതമാണോ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളും ഇത്തരം ചതിക്കുഴിയിൽ പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ ചതിക്കുഴിയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളെക്കുറിച്ച് നാളെ സംസാരിക്കും.